പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസൻ കുടുംബം, വിശേഷാൽ ഇന്ന് കടന്നു വന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവദാസൻ, സ്തോത്രം, കടന്നു വന്ന മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നലെ രാത്രിയിൽ വിശ്രമത്തിനായി കടന്നുപോയ പ്രിയ ഭവനത്തെ പ്രത്യേകം ഞാൻ സ്മരിക്കുന്നു. വളരെ ആത്മീയ പക്വതയുള്ളതായിരിക്കുന്ന, പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള ഒരു ഭവനത്തിൽ വിശ്രമിപ്പാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നയായി പോകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സഭയിലെ ഓരോ വ്യക്തികളുടെയും പേര് പറഞ്ഞ് അവർ സ്തോത്രം ചെയ്യുന്നത് കാണുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള തലമുറ നമ്മുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുമ്പോൾ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒരു വേദപണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, സ്തോത്രം. ആഹാരമില്ലാതെ 40, 45, 50 ദിവസം വരെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞുകൂടാൻ സാധിക്കും. വെള്ളമില്ലാതെ 5, 6 ദിവസം വരെ ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ശ്വാസം എടുക്കാൻ ഇല്ലാതെ, ഓക്സിജൻ ഇല്ലാതെ ഒരു 2, 3 മിനിറ്റുകളൊക്കെ ജീവിക്കാൻ കഴിയും. എന്നാൽ ഒരു ഭക്തന് പ്രാർത്ഥനയില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയുകയില്ല. വിശ്വാസമുള്ള ദൈവമക്കളിൽ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ നിലനിർത്തുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയിൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്, നരകത്തെ വിറപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ കവാടങ്ങളെ തുറക്കുവാനുള്ള താക്കോലാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവമക്കൾ ഉച്ചരിക്കണം. പ്രാർത്ഥനയിൽ അസാധ്യമായതൊന്നുമില്ല. പഴയ നിയമഭക്തന്മാരും പുതിയ നിയമഭക്തന്മാരും വിജയിച്ചത് എല്ലാം അവർ പ്രാർത്ഥനയാലും ഉപവാസത്താലുമായിരുന്നു. അടിസ്ഥാനങ്ങളെ കുലുക്കിയത് അവരുടെ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നത് അവൻ്റെ പ്രാർത്ഥനയായിരുന്നു. കർമ്മേലിൽ തീ ഇറക്കിയത് അവൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നു എങ്കിൽ ഒരു പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെയൊക്കെ പോലെ സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന സന്ദർഭമല്ലല്ലോ. അതുകൊണ്ട് വേഗത്തിൽ 1-2 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ദിവസത്തിൽ ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചു. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ, സ്തോത്രം, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ളത്, അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവനെ ശ്രദ്ധിച്ചു നോക്കണം. എബ്രായ ക്രൈസ്തവർ അവർ ന്യായപ്രമാണം വിട്ട് യേശു ക്രിസ്തുള്ള വിശ്വാസത്തോടെ രക്ഷ അവർ കരസ്ഥമാക്കി എന്നുള്ള യാഥാർത്ഥികമാണെങ്കിലും അവർ വിട്ടിട്ടും അവരെ വിട്ടുപിരിയാതിരുന്ന ന്യായപ്രമാണത്തിൻ്റെതായിരിക്കുന്ന അനേക ചിന്തകൾ അവരുടെ നടുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഹല്ലേലൂയ പൗരോഹിത്യത്തെ അവർ വില കൊടുക്കുവാനിടയായി. അങ്ങനെ പല പല വിഷയങ്ങളിൽ അവർ വില കൊടുത്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. അവരിലെല്ലാവരെക്കാൾ ശ്രേഷ്ഠൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്ന കർത്താവാണ്. അവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചു. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്.
ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു. അവരൊക്കെ പരിമിതികളുണ്ട്, അവരൊക്കെ സൃഷ്ടിയാണ്. എന്നാൽ എൻ്റെ കർത്താവ് അവൻ തത്വത്തിന്റെ മുദ്രയാണ്, അവൻ തേജസ്സിന്റെ പ്രഭയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ദൈവമുണ്ട് ഭാഗമായി വിവിധമായിട്ടും. ശ്രദ്ധിക്കേ, പഴയ നിയമ പിതാക്കന്മാർക്ക് അല്പമായിട്ട് അംശമായിട്ട് അവർക്ക് വെളിപ്പെട്ടുള്ളൂ. പക്ഷേ ആ അല്പമായി കിട്ടിയവർ രാജ്യങ്ങളെ കീഴടക്കി, സിംഹത്തിന് നാവിനെ അടച്ചു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇന്ന് പകൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങളോട് പറയട്ടെ, പൂർണ്ണമായത് പ്രാപിച്ചത് ഇവ സഭയ്ക്കാണ്. ഹല്ലേലൂയ. പഴയ നിയമ പിതാക്കന്മാർക്ക് അവർ അല്പമായി പ്രാപിച്ചപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിവിധ നിലകളിൽ അല്പമായി കണ്ടപ്പോൾ അവർ സിംഹത്തിന് നാവടച്ചു, അവർ രാജ്യങ്ങളെ കീഴടക്കി. അങ്ങനെയാണ് എങ്കിൽ പൂർണ്ണമായി പ്രാപിച്ച നിന്നിൽ കൂടെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവർത്തികൾ അവിടുന്ന് വെളിപ്പെടുവാനിടയാകണം. യേശു ക്രിസ്തു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഈ ശ്രേഷ്ഠത മനസ്സിലാക്കണല്ലേ. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ അവനെ സ്തോത്രം. നമ്മൾ ഈ ശ്രദ്ധിച്ചു നോക്കാത്തതോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്തോത്രം. നമ്മൾ കൃപയാൽ നീതീകരിക്കപ്പെട്ടല്ലോ എന്നോർത്ത് ആ കൃപയാലുള്ള രക്ഷയൊക്കെ കരസ്ഥമാക്കി അങ്ങനെ ഇരിക്കുക. പക്ഷേ അപ്പോസ്തലൻ പറയുക, കൃപയാലുള്ള രക്ഷ നീ കരസ്ഥമാക്കിയെങ്കിലും വല്ലപ്പോഴും ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് രണ്ടിനും ഒന്നേ പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്തോത്രം ഉണ്ടെങ്കിൽ പറയണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നീതീകരണം പ്രാപിച്ച ദൈവമക്കളെ, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒഴുകിപ്പോകാതെ ഇരിക്കണമെങ്കിൽ അവനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എടുക്കണ്ട, 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് അവനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ പൗലോസ് പറയുക, അവൻ എത്ര മഹാനാണ്. ഹല്ലേലൂയ. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. സ്തോത്രം. 3-1-2 കൂടെ വായിച്ച് വേഗത്തിൽ വായിച്ചു വിടണേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെയും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെയും നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. അവനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അവന്റെ ശ്രേഷ്ഠത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. പഴയ നിബന്ധന മധ്യസ്ഥനായിരുന്ന, ന്യായപ്രമാണം ഏറ്റുവാങ്ങിയ മോശയിൽ അവർ ഹൃദയം ഉരുണ്ടുകൂടിയപ്പോൾ, അവർ മോശയിലേക്ക് അവർ ഹൃദയം ചാഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുക, ന്യായപ്രമാണം ഏറ്റുവാങ്ങിയ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണെങ്കിൽ പുതിയ കൃപയുടെ പ്രമാണം നൽകിയ സർവശക്തനായ ദൈവമാണ് ശ്രീ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മോശയേക്കാൾ വലിയവനാണ്. സ്തോത്രം. വേഗത്തിൽ വായിച്ചോ, 4-8 വായിച്ചേ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. മോശയേക്കാൾ ശ്രേഷ്ഠൻ മാത്രമല്ല, നെക്സ്റ്റ് ജനറേഷനിൽ ജനത്തെ ഇസ്രായേലിലേക്ക് കനാനിലേക്ക് നടത്തുവാനായി ദൈവത്താൽ തിരഞ്ഞെടുത്ത ജോഷുവയേക്കാൾ ശ്രേഷ്ഠനാണ്. അവനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. സ്തോത്രം. പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ഓരോ കുടുംബത്തിന്
പാപത്തിന് വേണ്ടി ഓരോ ആട്ടുകുട്ടികൾ അറുക്കപ്പെട്ടു. സ്തോത്രം. എന്നാൽ ലേവിയിലേക്ക് വന്നപ്പോൾ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരുവൻ വരുന്നത് കണ്ടപ്പോൾ അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ഇസ്രായേൽ ജാതിക്ക് വേണ്ടിയല്ല, ഇവൻ സർവ്വലോകത്തിന്റെ ഈ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അവനെ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. രക്തം ജയം. ശ്രദ്ധിക്കുക, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. സ്തോത്രം. ഉൽപ്പത്തിയിൽ കണ്ടതല്ല, പുറപ്പാടിൽ കണ്ടതല്ല, ലേവിയിൽ കണ്ടതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗത്തിൽ കരുതി നിർത്തിയ ഒരു കുഞ്ഞാടിനെ യോഹന്നാൻ കണ്ടു. സ്തോത്രം. ഈ മലാക്കി പ്രവചനം കഴിഞ്ഞിട്ട് പുതിയ നിയമ കൃപയുടെ പ്രമാണം വരുന്നതിനോടിടയിൽ ഏതാണ്ട് ഒരു 400 സംവത്സരം ഇരുണ്ട കാലഘട്ടം, ബ്ലാക്ക് പീരീഡാണ്. അവിടെ ദൈവിക സാന്നിധ്യമില്ല, അവിടെ ദൈവ ശബ്ദമില്ല, അവിടെ ദൈവിക ആലോചനയില്ല. അങ്ങനെ ഇരിക്കവേ, സ്തോത്രം, വഴിയെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് കടന്നു വരുവാൻ, ഒരു വഴി നട്ടുവാൻ, വഴി നിരത്തുവാൻ വന്നവനത്രേ യോഹന്നാൻ സ്നാപകൻ. അവനൊരു ശബ്ദം മാത്രമായിരുന്നു. സ്തോത്രം. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് വേഗത്തിലിഞ്ഞ് പോരാം. ഈ ഇബ്രായ ക്രിസ്ത്യാനികൾക്ക് ഈ സ്തോത്രം പറയുന്നതും ഹല്ലേലൂയ പറയുന്നതും വീണ്ടെടുപ്പിനെ അറിയുന്നതും മൂപ്പന്മാരെ ആക്കി വെച്ചതും ഒക്കെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇവരുടെ ഉള്ളറകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. എന്നാന്നറിയാമോ? പൗരോഹിത്യം. സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൈവമക്കളെ, യഹോവയായ ദൈവം മോശയിൽ നഗരോനിലേക്കും മഹരോനിൽ നിന്ന് 70 പേരിലേക്കും അവിടെ നിന്ന് കൈമാറി ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നത്തെ നാമധേയ ക്രൈസ്തവര് പറയുന്നത് അത് പിന്തുടർന്ന് വന്ന പൗരോഹിത്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ പകൽക്കാലം ഞാൻ പറയാം, പൗരോഹിത്യ ശുശ്രൂഷ ആലയത്തിലാണ്. ഹല്ലേലൂയ. സക്കറിയാവ് പുരോഹിതന്മാരെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു. കൂറുകളുടെ ക്രമപ്രകാരം അവൻ ശുശ്രൂഷ ചെയ്ത് അവൻ തന്റെ ശുശ്രൂഷ കാലം തികച്ച ശേഷം അവൻ തന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ മകനായിരിക്കുന്ന യോഹന്നാൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരിക്കൽ പോലും ആ പഴയ നിയമത്തിന്റെ ആചാരപ്രകാരമുള്ളതായിരിക്കുന്ന അത് സ്തോത്ര വസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട്, എഫോദ് ധരിച്ചുകൊണ്ട് അവൻ ആലയത്തിലേക്ക് പോയില്ല. അവൻ കാട്ടുതേൻ കഴിച്ചുകൊണ്ട് അരയിൽ തോൽവാർ കെട്ടിയവനായി മരുഭൂമിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ നിങ്ങൾക്ക് എന്തോ മനസ്സിലായേ? സമയമില്ലല്ലോ, ഞാൻ എനിക്കോട് പറയാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചോണ്ട് കേട്ടോ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ 10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചു പോയാൽ അവൻ്റെ അനുജൻ അവളെ അംഗീകരിക്കണം, അവളെ ഭാര്യയായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കേണ്ടതിന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തണം. മൂപ്പന്മാർ കൂടി വന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് ഇവൾക്ക് ദേവരധർമ്മം കൊടുത്ത് ഇവളെ സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ അവൻ പറയും, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവൾ അവൻ്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പൂരണം, എന്നുവെച്ചവൻ്റെ മുഖത്ത് തുപ്പണം. എന്നിട്ട് അവൾ പറയണം, വീണ്ടെടുപ്പാൻ കഴിവില്ലാത്തവനോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ പ്രമാണം യോഹന്നാന്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്നാൽ അവൻ പറഞ്ഞു, ഇവന്റെ കാലിന്റെ ചെരുപ്പിൽ നിന്ന് അവന്റെ വാറഴിപ്പോ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം തരുവാൻ ഒരുവനേ ഉള്ളൂ. അവനാണ് ശ്രീ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരാധന കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോയിടത്തു നിന്ന് ആരാധിപ്പാൻ വേണ്ടി ശ്രേഷ്ഠമേറിയ സ്ഥലങ്ങളെ വിട്ട്
ശ്രേഷ്ഠമേറിയ ഇടങ്ങളെ വിട്ട് ഈ ഹോളിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തിയത് എന്താ എന്ന് ചോദിച്ചാൽ, അവൻ എത്ര ശ്രേഷ്ഠനാണെന്നുള്ള, അവൻ എത്ര മഹാനാണെന്നുള്ള ആ വെളിപ്പാട് ദൈവം തന്നതുകൊണ്ടാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എടുക്കണ്ട, അവിടെ സ്തോത്രം വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതി വച്ചിരിക്കുക. സ്തോത്രം, വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയിട്ട് അവർക്കെല്ലാവർക്കും ഓരോ അടിക്കുറിപ്പ് കൂടി എഴുതി. എന്നിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ഇവരെ ആരെയും നോക്കരുത്, വീണവരെ നോക്കി, ജയിച്ചെന്ന് തോന്നിയവരെ നോക്കി നിന്റെ ഓട്ടം പരാജയത്തിലെത്തരുത്. നിനക്ക് വീഴാതെ തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, ഒരുവൻ ഉണ്ട്, അവനോട് ശ്രീ യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. പറയുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക, നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. സ്തോത്രമല്ല പോയ കണ്ടോ? സ്തോത്രം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പാപം ഭക്തനായിരിക്കുന്നവനാണെങ്കിലും അവനിൽ പാപമുണ്ടായാൽ പാപം അവനെ മരിപ്പിക്കും, പാപം അവനെ ചെകടനാക്കും, പാപം അവനെ ബധിരനാക്കും. അവൻ്റെ ജീവിതം പാപത്തിൻ്റെ അഗാധ കുഴിയിലേക്ക് കണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുറുകെ പറ്റുന്ന പാപത്തെ വിട്ട് ആ വിശ്വാസ നായകരും പൂർത്തിവരുത്തവരുമായ യേശുവിനെ നോക്കുക, അവനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വിശ്വാസന നായകനും പൂർത്തരായ യേശുവിനെ നോക്കുക. ആ 12:4 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുക, എന്നാ പറഞ്ഞിരിക്കുന്നത്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഞാൻ ഒരിക്കൽ ഈ പന്തളത്തുനിന്ന് കോട്ടയത്തേക്ക് ബസ് കയറി, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ബസ്സിൽ. അങ്ങനെ കയറി സീറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, വലിയ കൊമ്പ മീശയൊക്കെ വെച്ച ഒരു മനുഷ്യൻ, ഒരു കുറേ കുഞ്ഞു പെട്ടികൾ, കൊട്ടകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലുങ്കിയുടെ 4 വശമൊക്കെ കൂട്ടിക്കെട്ടി ഈ സീറ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ലെന്ന്. അപ്പം ഞാൻ പിന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ട് പറയുക, ഒന്നുമേ പേടിക്കണ്ട സാർ, ഒന്നുമേ അത് ചെയ്യില്ല സാർ. ഞാൻ ചോദിച്ചു, ഇതെന്നാ സാധനം? അതിരിക്കുന്നത് പാമ്പാ, പക്ഷേ കൊട്ട പൊക്കിയാൽ അത് പൊങ്ങും. സ്വത്രം പറഞ്ഞില്ല, മനസ്സിലായോ? കൊട്ട പൊക്കിയാലേ അത് പത്തിയെടുക്കൂ. അതുകൊണ്ട് ഒന്നുമേ പേടിക്കണം. ഇവനൊരു പാമ്പാട്ടിയാ, ഇവ പാമ്പുകളെ കൊണ്ട് നടന്ന് കളിപ്പിക്കുന്നവനാ. അവൻ എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചോ പറയാ, കൊട്ട പൊക്കിയാലേ കുഴപ്പമുള്ളത്. ഞാനൊരു ദൂത് പറയാം, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അവനെ ജയിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിൻ്റെ ആഗ്രഹം ദൈവമക്കളോടാ. ഒന്നുകൂടെ പറയാം, ആരാധനയിൽ പരാജയപ്പെട്ടവനെ കീഴ്പ്പെടുത്തേണ്ടതിന് പാപം നിന്നെ പിന്തുടരും. എനിക്ക് വിവേചിച്ചൊക്കെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നത്തെ അവസരം അങ്ങനെയല്ല. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ കയീനും ഹാബേലും ആരാധിക്കാൻ പോയി. ആരാധന കഴിഞ്ഞ് ഇവർ 2 പേര് വീട്ടിലോട്ട് പോയി. ഹാബേലിൻ്റെ മുഖത്തിൽ ദൈവപ്രസാദം ഉണ്ടായി. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കായീനിലും സ്തോത്രത്തിൽ മാത്രമല്ല പ്രസാദിക്കുന്നത്, സ്തോത്രത്തിൽ പ്രസാദിക്കണമെങ്കിൽ നിന്നിൽ പ്രസാദിക്കണം. ഏറ്റെടുക്കാവുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളൊക്കെ ആണെങ്കിൽ
ഈ സ്തോത്രമൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറയുന്നില്ല, ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കുകയില്ല. പിന്നെ നമ്മൾ രഹസ്യമായിട്ടൊക്കെ പേഴ്സണലായിട്ടൊക്കെ പറയും, ബ്രദറെ അങ്ങനൊന്നും ഇത് പോയാൽ പറ്റത്തില്ല. ദൈവമക്ക് ആരാധിക്കുക, സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാകുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹം പിന്നെ ഈ സീറ്റ് മാറി 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 പുറകോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ കാര്യം പറയുക, ഞങ്ങൾ വിചാരിക്കും ഇനി എന്നാ പറഞ്ഞിട്ട് ഗുണമില്ല, അവിടെ ഇങ്ങനെ ഇരുന്ന് പൊക്കോട്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ദൈവം അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവനെ പാപത്തിലേക്ക് തള്ളിവിടുകയല്ല, അവന്റെ പാപത്തെക്കുറിച്ച് ദൈവം ബോധം വരുത്തും. സ്വർഗത്തിലെ ദൈവം പറയുക, കായിനേ നിന്റെ മുഖം വാടുന്നതെന്ത്? നന്മ ചെയ്യുകയിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ലയോ? അടുത്തത്, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കണം. സന്തോഷത്തോടെ സ്തോത്രം പറ. ഹല്ലേലൂയ, സ്തോത്രം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, ജോഷുവയേക്കാൾ ശ്രേഷ്ഠൻ, പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുമ്പം ഈ പുരോഹിതന്മാരൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു പരിപാടിയുണ്ട്, എന്നാണെന്നറിയാമോ? സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് അവർ പറയും, പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. പാപിയായിരിക്കുന്ന ഒരുവന് നിന്റെ പാപത്തെ പരിഹരിപ്പാൻ കഴിയാത്തത് കൊണ്ട് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയോ, ഹല്ലേലൂയ, ഇസ്രായേൽ ജാതിയോട് മൊത്തം എൻ്റെ യേശു ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമോ? സകല ഇസ്രായേലിനും തല കുനിഞ്ഞു നിന്നു. എൻ്റെ യേശു പാപിയല്ല, അവൻ എത്ര ശ്രേഷ്ഠനാണ്, അവൻ മഹാനാണ്, അവനെ ശ്രദ്ധിച്ചു നോക്ക്. ന്യായവിധി കേൾപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല, അവൻ നീതിമാനാണ്. അവൻ്റെ ഭാര്യ ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് വായിച്ചപ്പോൾ അവളുടെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, എന്താണെന്നറിയാമോ? ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. പീലാത്തോസ് പറഞ്ഞു, ഇവൻ കുറ്റമില്ലാത്ത രക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിന്മേൽ കിടക്കുമ്പോൾ മരണസമയത്ത് പടയാളി പറഞ്ഞു, ഇവൻ സാക്ഷാൽ നീതിമാനായിരുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകും, ആരാധന ഉയരുവാനിടയായി തീരും. ഹല്ലേലൂയ, അവനെത്ര മഹാൻ. സ്തോത്രം. പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആണ്ടിലൊരിക്കൽ പുരോഹിതൻ ജനത്തിന്റെ പാപവും തൻ്റെ പാപത്തിന് പ്രായശ്ചിത്ത രക്തവുമായി കൃപാസനത്തിലേക്ക് കടന്നു പോകും, അഥവാ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ സ്തോത്രം, മാതളപ്പഴങ്ങളും മണികളും കെട്ടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ അരയിൽ ഒരു ചങ്ങല കെട്ടും. എന്തിനാണെന്നറിയാമോ? ഇവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ട് ക്ഷമിക്കപ്പെടാത്തതുണ്ടെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു വരികയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ. അവൻ ഈ പ്രായശ്ചിത്ത രക്തവുമായി അവൻ കടന്നു പോകുമ്പോൾ ജനത്തിൻ്റെ നോട്ടം അവനേക്കാൾ അധികം ഈ ചങ്ങലയില്ല. ചങ്ങലയുടെ അനക്കം നിന്നുപോയെങ്കിൽ അവർ ശ്രദ്ധയോടെ നോക്കും, ഇനിയും ഈ ചങ്ങലയ്ക്ക് അനക്കമുണ്ടാകുന്നുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കും, നമ്മുടെ മഹാപുരോഹിതൻ മരിച്ചുപോയി. സ്തോത്രം. ആ ചങ്ങല കൊണ്ട് അവനെ വലിച്ചെടുക്കണം. എന്നാൽ ആ മഹാപുരോഹിതൻ യാഗമർപ്പിച്ച് വീണ്ടും മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ മാതളപ്പഴങ്ങളുടെ മണിയുടെ ശബ്ദം കേൾക്കും, ചങ്ങല കനക്കം കേൾക്കും. ആ മണിയുടെ ശബ്ദം കൂടി വരുമ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട്, പ്രാകാരത്തിൽ നിന്നുകൊണ്ട് അവർ ആരാധിക്കുവാൻ തുടങ്ങും, അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങും. കാരണം എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടായേ. ഹല്ലേലൂയ, ഞങ്ങളുടെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, ആകാശമേഘങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു നിത്യമഹാപുരോഹിതൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമെന്തെന്നറിയാത്ത ഒറ്റ മഹാപുരോഹിതനേ ഉള്ളൂ. അവനോട് ശ്രീ യേശു ക്രിസ്തു.
ഹല്ലേലൂയ. ഇന്ന് പകൽ അവനെ ശ്രദ്ധിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്, അവനെ ശ്രദ്ധിച്ചു നോക്ക്. നിനക്ക് ആരാധനയിൽ മടുപ്പുണ്ടാകുകയില്ല. സ്തോത്രം. മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠനാണ്. ഹാബേലിന് ഇപ്പോഴും ദൈവവചനം പറയുന്നത് പ്രതികാരത്തിനായി അവൻ്റെ രക്തഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. എന്നാൽ എൻ്റെ യേശുവിൻ്റെ രക്തം അനുതപിച്ചു മടങ്ങി വരുന്നവർക്ക് വേണ്ടി അവരുടെ പാപക്കറകളെ കഴുകിക്കൊള്ളുവാൻ ഇന്നും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കളൊരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ ജയം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഈ വീണ്ടെടുത്തു വീണ്ടെടുത്തു എന്നൊക്കെ നമ്മളെല്ലാവരും പറയുമ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ വില കർത്താവ് ആർക്കാ കൊടുത്തേ? നിങ്ങൾ അറിയണ്ടേ? പിശാചനാണോ കൊടുത്തേ? സ്തോത്രം. ആർക്കാ കൊടുത്തേ? സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവ് തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ചിന്തി സ്വർഗീയ കോടതിയിൽ കൊണ്ട് കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണിത്. ആ രക്തത്തിന്റെ വില എന്ന് പറയുന്നത് ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതും ഇനിയും ജനിക്കുവാനുള്ളതുമായ സകല മനുഷ്യരുടെയും ആകത്തുക എത്രയോ അതിനേക്കാൾ വിലയുള്ളതാണ് യേശുവിന്റെ രക്തം. ശ്രദ്ധിച്ചോ? ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനുള്ളതുമായ സകല മനുഷ്യരുടെയും പാപക്കറകളെ കഴുകിക്കളയുവാൻ എന്ത് വിലയുണ്ടോ അതിനേക്കാൾ വില എൻ്റെ യേശുവിന്റെ രക്തത്തിനുണ്ട്. സന്തോഷത്തോടെ രക്തത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ മേശയിൽ പോടെ നടക്കാൻ പോകുക. സ്തോത്രം. ആ മേശയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. യേശുവിന്റെ രക്തത്തിന്റെ വില എന്താന്ന്. സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, എൻ്റെ പാപക്കറകളെ കഴുകിക്കളയേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ആ സ്തോത്രം ഗത്സമന ഗബദ ഗോൽഗോഥ എന്നീ മൂന്നിടങ്ങളിലായി അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മുന്തിരിയുടെ ചക്കിനകത്തേക്ക് അവൻ വീണു. അവൻ ഞെങ്ങി അമർന്ന് അരഞ്ഞ് അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും അത് പുറത്തു വന്നു. അതിൻ്റെ സ്മരണയാണ് ഈ വീഞ്ഞ്. ഏറ്റെടുക്കുന്നുണ്ടോ? സ്തോത്രം. അവൻ എത്ര മഹാനെന്ന് ദൈവമക്കൾ സൂക്ഷിച്ചു നോക്കണം. ഹല്ലേലൂയ. അവൻ ഹാബേലിനേക്കാൾ വലിയവനാണ്. അവൻ ദൈവാലയത്തെക്കാൾ വലിയവനാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ചില പാരമ്പര്യ ക്രൈസ്തവരുമായി ഒക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളുടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഇടവകയ്ക്കകത്ത് 1200 കുടുംബമുണ്ട്, ഞങ്ങളുടെ ഇടവകയ്ക്കകത്ത് 400 കുടുംബമുണ്ട് എന്നുവെച്ചാൽ അവരൊരു ചോദ്യം ചോദിച്ച് ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? ചോദിച്ച ചോദ്യം 40 പേര് കൂടുതൽ, നിങ്ങളുടെ ഇടയിൽ 300 അഭിപ്രായം. സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ഈ അഭിപ്രായങ്ങളൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, സ്തോത്രം, ദൈവസഭ എന്ന് പറയുന്നത് പണിതോടിരിക്കുന്നതാ. പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ചട്ടിയുടെയും കൊട്ടയുടെയും ആ തൂമ്പായുടെയും സിമെന്റ് ഇളക്കി നോക്കി ഒച്ച കേൾക്കും. പക്ഷെ പണി തീർന്ന ഉടമസ്ഥൻ ഇത് കൈക്കലാക്കുമ്പോൾ അവിടെ ശാന്തമായ ഒരു ആരാധന ഉണ്ടാകും. സ്തോത്രം. പള്ളിയേക്കാൾ ശ്രേഷ്ഠനാണ്, ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ യേശു. സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ മണി മുഴങ്ങിക്കൊണ്ട്, മണി കിലുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അവർ വെളിവാക്കിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെരൂശലേം ദേവാലയത്തിൽ അല്ല ഇറങ്ങിയത്, പാവപ്പെട്ട ദൈവമക്കളിടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അവനെ ശ്രദ്ധിച്ചു നോക്കുവീൻ, അവനെ എത്ര മഹാൻ. ഹല്ലേലൂയ.
ദൈവത്തെക്കാൾ ശ്രേഷ്ഠനാണ്, സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മഹാപുരോഹിതനെ അല്ലയോ നമുക്ക് വേണ്ടത്? ആകാശമേഘങ്ങളിൽ കൂടെ കടന്നുപോയ ആ മഹാപുരോഹിതൻ, നമുക്ക് അവനിൽ ആശ്രയിക്കാം. ദൈവമക്കളെ, അവനെ ശ്രദ്ധിച്ചു നോക്കണേ. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ അവനെ ശ്രദ്ധിച്ചു നോക്കണമേ. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, അവനെ കുറിച്ച് പാരമ്പര്യം പറഞ്ഞത്, ഒട്ടകത്തിന്റെ മുഴങ്കാലുള്ള മനുഷ്യൻ, ഒട്ടകത്തിന്റെ മുട്ടുള്ള മനുഷ്യൻ. എന്നാ കാരണം? അവൻ മുട്ടേലിരുന്ന് പ്രാപിച്ചതാ, അവൻ പ്രാർത്ഥനയിലൂടെ നേടിയതാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അവിടെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സ്തോത്രം, പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് വിശ്വാസ പരിശോധന നിങ്ങളെ തികഞ്ഞവരാക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഇവയെ ദൈവസഭ ജയിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പോകട്ടെ, എൻ്റെ സമയത്തിന് ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖന കർത്താവ് വ്യക്തമായി പറയുക, അവനെ ശ്രദ്ധിച്ചു നോക്കണം. ഇവയെ എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അബ്രഹാമിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷേ അവരിലൊക്കെ മൈനസ് ഉണ്ട്, അവരിലൊക്കെ കുറവുണ്ട്. എന്നാൽ കുറവില്ലാത്ത ഒരുവനേ ഉള്ളൂ, അവനാണ് എൻ്റെ യേശു. വിശ്വാസമുള്ള ദൈവമക്കൾ ആ സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞ് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്, ഇവനെത്ര മഹാൻ, ഇവനെത്ര മഹാൻ, ഇവനെത്ര മഹാൻ, അവനെ ശ്രദ്ധിച്ചു നോക്കുക. അവനെ ശ്രദ്ധിച്ചു നോക്കുക. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ നിന്റെ വാക്കുകൾക്ക് വില തന്നില്ലെങ്കിലും അവനെ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ നിനക്ക് ആശ്വാസമുണ്ട്, അവിടെ നിനക്ക് സമാധാനമുണ്ട്, അവിടെ സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം നിനക്ക് പ്രാപിപ്പാൻ കഴിയും. അവനെ ശ്രദ്ധിച്ച് നോക്കുക. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ. പ്രത്യേക ഒരു വാക്കോട് പറയട്ടെ. ഇങ്ങനെ ഇന്നലെ നിങ്ങളുടെ കൂടെ